സത്യത്തിൽ ആരാണ് രാജിവെക്കേണ്ടത്? മുഖ്യമന്ത്രിയാണോ അതല്ല കെ ബി പ്രദീപ് കുമാറാണോ? നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കണ്ടാൽ നമുക്ക് തോന്നുക മുഖ്യമന്ത്രി എന്തോ നല്ല കാര്യം ചെയ്തിരിക്കുന്നു, മുഖ്യമന്ത്രി വി ഡി സതീശൻ രാജി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് കെ ബി പ്രദീപ് രാജിവെച്ചത് എന്നാണ്. സത്യത്തിൽ ആരാണ് കെ ബി പ്രദീപിനെ നിയമിച്ചത് എന്ന ചോദ്യം ഒരു മാധ്യമങ്ങളും ചോദിക്കുന്നില്ല. വിഷയം മറ്റൊന്നുമല്ല, സ്മാർട്ട് ക്രിയേഷൻസ് നമ്മുടെ എല്ലാ മനസ്സിലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് നടത്തിയ കമ്പനിയാണ്, സ്വർണം കൊള്ളയടിച്ച കമ്പനിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനി. ആ കമ്പനിയുടെ അഭിഭാഷകനെയാണ് ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത്. ആര്? നിയമവകുപ്പ്. ആരാണ് നിയമവകുപ്പ് മന്ത്രി? മുഖ്യമന്ത്രി തന്നെ. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് എന്ന് വെച്ചാൽ നിയമനം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ രാജി ആവശ്യപ്പെടുന്നു. അതെന്തിനാണ്? ആ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്താൽ പോരെ. അപ്പോൾ ഉത്തരവിറക്കുക മാത്രമല്ല, നിയമനം നടക്കുക കൂടി ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല രേഖകളും ഇതിനകം തന്നെ ചോർന്നു എന്ന് വേണം കരുതാൻ. രാജി ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണത്രേ. മുഖ്യമന്ത്രിയെ നിയമിച്ച് മുഖ്യമന്ത്രി തന്നെ രാജി ആവശ്യപ്പെടുക, അതിനുശേഷം മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജിവെച്ചത് എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകുക, അങ്ങനെ വി ഡി സതീശനെ വീണ്ടും ഗ്ലോറിഫൈ ചെയ്യുക. ഇതാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് പിറകിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന മുൻ നിയമവകുപ്പ് മന്ത്രി കൂടിയായ പി രാജീവ് വിശദീകരിക്കുന്നുണ്ട്. കേൾക്കാം. യഥാർത്ഥത്തിൽ രാജി എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ചാർജ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഓർഡർ റദ്ദാക്കിയാൽ മതിയായിരുന്നു, ഉത്തരവ് റദ്ദാക്കി കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ചാർജ് എടുത്തത് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാധാരണഗതിയിൽ മറ്റ് ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഫയലുകളും ചാർജ് എടുത്ത് വക്കീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വക്കീലിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള രാജിയാണോ? എല്ലാ ഫയലുകളും പരിശോധിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചതിന് ശേഷമുള്ള രാജിയാണോ എന്ന് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തിട്ട് ഒരു മാസമായിട്ടില്ല. അതിനു മുമ്പ് രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. സത്യമാണ്, 6 മാസമെങ്കിലും ഒരു കൂൾ പീരീഡ് കൊടുക്കണം മുഖ്യമന്ത്രിക്ക്. പക്ഷേ അതിനുപോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മിനിമം വി ഡി സതീശൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല ആരും, നിയമവകുപ്പ് എങ്കിലും ഒഴിയണം. തെറ്റ് പറ്റിയിട്ടുണ്ട്, ചെറുതല്ല, വലിയ തെറ്റാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. UDF വലിയ ആയുധമാക്കിയതാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായി മാറ്റിയിരുന്നു UDF. അതിൻ്റെ ഫലം UDFന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. LDFനെയും CPMനെയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയാണ് UDF വിജയിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് CPM ആണ് എന്ന് വരെ പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത്. എന്തിന് എന്ന ചോദ്യം അവിടെയുണ്ട്. കെ ബി പ്രദീപിനെ നിയമിച്ചതിലൂടെ പല രേഖകളും ഇതിനകം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വർണ്ണക്കൊള്ളക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് പി രാജീവ് പങ്കുവെച്ചത്. അതുകൊണ്ട് വി ഡി സതീശന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മറ്റൊരാൾ കെ മുരളീധരനാണ് ദേവസ്വം മന്ത്രി. അദ്ദേഹവും ഇതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. ഒരു കാര്യം ഉറപ്പ്, വി ഡി സതീശൻ മിനിമം ചെയ്യേണ്ടത് നിയമവകുപ്പ് ഒഴിയണം, അത് മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. രാജിവെക്കണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. എങ്കിലും കേരളത്തിന് മുന്നിൽ ഇതാ മുഖം മൂടി വലിച്ചു കീറപ്പെട്ടു വി ഡി സതീശൻ്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ. സ്വർണ്ണക്കടത്ത് അത് ആർക്കു വേണ്ടിയാണ് നടത്തിയത്, അതിൽ കൂട്ടുനിന്നത് ആരാണ് എന്ന് വെളിവായിരിക്കുന്നു. UDF ആണ്, കോൺഗ്രസ് ആണ്, കോൺഗ്രസ് നേതാക്കളാണ് എന്ന്. സോണിയാഗാന്ധി മുതൽ വി ഡി സതീശൻ മുതൽ താഴോട്ടുള്ളവർക്ക് ഇതിൽ ബന്ധമുണ്ട്. അതിൽ പത്തനംതിട്ട MP ആന്റോ ആന്റണി വരെ പെടും. അടൂർ പ്രകാശ് അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നതാണ് പോറ്റിയുമായുള്ള ബന്ധത്തെ തുടർന്നു. വീണ്ടും അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്കാണ് പങ്ക്. അത് ഇതോടുകൂടി വെളിച്ചത്ത് വന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും കേസ് അട്ടിമറിക്കണം, അതിനുള്ള ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ആ ഗൂഢാലോചന നടത്തിയത് ആരാണ്? അവർ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടതാണ്. ഹൈക്കോടതി ആ ദിശയിൽ ചിന്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.